ശരീരത്തിൽ ത്വക്കിൽ വെളുത്ത അടയാളങ്ങളായിട്ട് കുഞ്ഞതായിട്ട് കാണാം. ചിലർക്ക് ശരീരം ഒന്നും ചികിത്സ എടുത്തില്ലെങ്കിൽ ശരീരം മൊത്തമായിട്ട് വെള്ള അടയാളങ്ങളായിട്ട് മാത്രം കാണുന്ന ഒരു രോഗമാണ്. ഇത് ചർമ്മത്തിലെ നമ്മുടെ നിറമുണ്ടാക്കുന്ന കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് ആ നിറമുണ്ടാകുന്ന കോശങ്ങളിൽ നിന്ന് മെലാനിൻ എന്ന് പറയുന്ന ഒരു നിറം നമുക്കെല്ലാവർക്കും ഉള്ള ഒരു നിറമാണ്. അപ്പോൾ അതാണ് നമ്മുടെ സ്കിന്നിൽ ബ്രൗണിഷ് ആയിട്ടുള്ള ഏതോ ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തോതനുസരിച്ചാണ് മനുഷ്യരിൽ നിറമുണ്ടാകുന്നത്. അപ്പോൾ ഇറസ്പെക്റ്റീവ്, അതായത് എല്ലാ വിഭാഗ ജനങ്ങളെയും, അത് ഏത് റേസിലെ ആണെങ്കിലും ശരി, ഏഷ്യൻസിനെ ആണെങ്കിലും യൂറോപ്യൻസിനെ ആണെങ്കിലും ആഫ്രിക്കൻസിനെ ആണെങ്കിലും എല്ലാവരെയും ബാധിക്കുന്ന ഒരു രോഗമാണ് വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ വിറ്റിലൈഗോ. പണ്ട് നമ്മുടെ ഇന്ത്യൻ പുരാണങ്ങളിലൊക്കെ ഇതിനെ പറഞ്ഞിരുന്നത് ശ്വേതകുഷ്ഠം എന്നാണ്. ആയുർവേദ വിധി പ്രകാരമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ശ്വേതകുഷ്ഠം, അതായത് വെള്ളക്കുഷ്ഠം. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം കുഷ്ഠരോഗം എന്ന് പറയുന്നത് ഒരു രോഗാണു കാരണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് പകർച്ചവ്യാധിയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കുണ്ട്. ഇത് അങ്ങനെ ഒരു രോഗാണു കാരണം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധിയോ ആയിട്ടുള്ള ഒരു രോഗമല്ല. വെള്ളപ്പാണ്ട് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണം നമ്മൾ സ്റ്റഡീസിലൂടെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്നാണ്. അത് നമ്മുടെ ത്വക്കിൻ്റെ ഉപരിതലത്തിൽ സാധാരണ കോശങ്ങളുടെ ഇടയിൽ ഒരു 36 കോശങ്ങളുടെ കെരറ്റിനോസൈറ്റ് എന്ന് പറഞ്ഞ ത്വക്കിലെ കോശങ്ങളുടെ ഇടയിൽ 36 എണ്ണം വരുന്നതിൻ്റെ ഇടയിൽ ഒരു മെലനോസൈറ്റ് എന്ന് പറഞ്ഞൊരു കോശമുണ്ട്. ഈ മെലനോസൈറ്റിൽ നിന്നാണ് മെലാനിൻ എന്ന് പറഞ്ഞ് നമുക്കൊക്കെ നിറം തരുന്ന ഒരു പിഗ്മെൻറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പിഗ്മെൻറ്റ് ഈ മെലനോസൈറ്റിൽ നിന്ന് പുറത്തോട്ട് വരാതിരിക്കുമ്പോഴാണ് ഇത് പുറമേ വരുന്നത്. അതെങ്ങനെ വരാതിരിക്കുന്നു? നമ്മുടെ ശരീരം, ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ഈ നിറമുണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും ഈ മെലനോസൈറ്റിനെ മാത്രമായിട്ട് നശിപ്പിക്കുമ്പോൾ അവിടെ നിറമുണ്ടാകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വിറ്റിലൈഗോ. കുടുംബത്തിൽ നമുക്ക് വെള്ളപ്പാണ്ട് ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത തലമുറയിൽ വെള്ളപ്പാണ്ട് വരാനായിട്ടുള്ള റിസ്ക് സാധാരണ പൊതുസമൂഹത്തിൽ നിന്നും കുറച്ച് കൂടുതലാണ്. എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ വെള്ളപ്പാണ്ടുണ്ടെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത എല്ലാ തലമുറയിലും ഇത് വരണം എന്നല്ല, വളരെ കുറച്ച്, ഒരു ചെറിയ റിസ്ക് ജനറൽ പോപ്പുലേഷനെക്കാട്ടിലും കുറച്ച് കൂടുതലാണ്. ശരീരത്തിന് ഒരുപാട് സ്ട്രെസ്സ് വരുമ്പോൾ, അത് ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ, സ്ട്രെസ്സ് ഒരുപാട് വരുമ്പോൾ, ചില ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമുക്ക് ബോഡി റിയാക്ട് ചെയ്യും സ്ട്രെസ്ഫുള്ളായിട്ടുള്ള. പിന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഒരുപാട് വരുന്ന ആൾക്കാരിലുമെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ് സ്ട്രെസ്സിനെ മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ സ്ട്രെസ്സ് ഒരുപാട് കൂടുന്ന ആൾക്കാർക്ക് ആ ഡിഫെൻസീവ് മെക്കാനിസം കുറച്ച് താഴോട്ട് പോകാറുണ്ട്. അപ്പോൾ ആ ഡിഫെൻസീവ് മെക്കാനിസം താഴോട്ട് പോകുമ്പോൾ നമ്മുടെ ബോഡി തന്നെ ഒരുപാട് സ്ട്രെസ് മോളിക്യൂൾസ് റിലീസ് ചെയ്യും. ഓക്സിജൻ റാഡിക്കൽസ്, ഫ്രീ ഓക്സിജൻ റാഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് എൻസൈംസും കോശങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് നമ്മുടെ നിറമുണ്ടാക്കുന്ന കോശങ്ങളെ പോയി അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ വിറ്റിലൈഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ടുള്ള ഉള്ള ആൾക്കാർക്ക് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ കൊടുക്കുന്നത്. ബേസിക്കലി ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന ഒരു മരുന്നുകളല്ല. ചില ആൾക്കാർക്ക് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് മരുന്നായിട്ട് കൊടുക്കുമ്പോൾ പറയേണ്ടത് ഇത് ഡോക്ടറെ മരുന്നല്ലല്ലോ, വൈറ്റമിൻ ഇല്ല, ഇത് എന്തെങ്കിലും കൂടെ കഴിക്കണോ? കാരണം പലർക്കും നമ്മൾ ഈ ആൻറ്റി ഓക്സിഡൻസ് കഴിക്കുമ്പോൾ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അറിയത്തില്ല. അപ്പം നമ്മുടെ ബോഡിയുടെ ഡിഫെൻസീവ് മെക്കാനിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഈ ഓക്സിജൻ ഫ്രീ റാഡിക്കൽസിനെ എല്ലാം ശരീരത്തിൽ നിന്ന് മാറ്റാനുമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ അവരുടെ സ്ട്രെസ് ലെവൽ കുറയുന്നതായിട്ട് കാണാറുണ്ട്. വളരെ പെട്ടെന്ന് അവർക്ക് അതിൽ നിന്ന് മുക്തമാകാനായിട്ടുള്ള ഒരു ഇതുമുണ്ട്. പുതിയ തലമുറയിലേത് കുട്ടികളിൽ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈവൻ ഫ്രം വെരി യങ് ഏജ്, ഒരു 6 മാസമായിട്ടുള്ള കുട്ടികളിൽ പോലും ഇപ്പോൾ കാണുന്നുണ്ട്. അത് പക്ഷേ സ്ട്രെസ്സിൻ്റെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ജീവിതശൈലിയുടെയാണ്. നമ്മുടെ ജീവിതശൈലികൾ മാറിയിട്ടുണ്ട്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡ് ഹാബിറ്റ്സിലൂടെ തന്നെ നമുക്ക് സ്ട്രെസ്സുകൾ ശരീരത്തിൽ അടുത്ത തലമുറയിലോട്ടും ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇപ്പോൾ പഴയതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഈ ഒരു രോഗം കണ്ടുവരുന്നുണ്ട്.
ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരു 35 മുതൽ 40% മേളിലോട്ട് വെള്ളപ്പാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ ചികിത്സിച്ച് മാറ്റാനായിട്ട് വളരെ പ്രയാസമാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതിനെ ചികിത്സിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ ഒരു രോഗത്തിനെ, അത് 1-2 പാടുണ്ടെങ്കിൽ പലപ്പോഴും ഉള്ളിലോട്ട് പോലും മരുന്നുകൾ വേണ്ട എന്നുള്ളതാണ് സത്യം. നമുക്ക് പുരട്ടാനായിട്ടുള്ള മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്കിതിനെ മാറ്റാനായിട്ട് പറ്റും. പക്ഷേ ഇത് വ്യാപനമുള്ള ഒരു രീതിയാണ്. മറ്റ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് വരികയാണ്. അതിൽ ചില ഭാഗങ്ങളിൽ നമുക്ക് വരികയാണെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ ചുണ്ട്, നഖത്തിൻ്റെ അഗ്രഭാഗങ്ങളിലൊക്കെ വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിന് ഇച്ചിരി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്, കുറച്ച് പ്രയാസമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തുടക്കത്തിലേ ചികിത്സിച്ചാൽ അതിൻ്റെ ഗുണവും വളരെ മെച്ചപ്പെട്ടതായിട്ട് വരുന്നുണ്ട്. മരുന്നിനോട് ഒരു വിരക്തിയുള്ള ആൾക്കാരോ കഴിക്കാൻ പേടിയുള്ള ആൾക്കാർക്കോ ആണെങ്കിൽ ഫോട്ടോതെറാപ്പി, എക്സൈമൽ ലൈറ്റ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതികളും ഇപ്പോൾ അവലംബിക്കാവുന്നതാണ്. അപ്പോൾ അതിലൊന്നും മരുന്നുകൾ അധികം വേണ്ടി വരുന്നില്ല. നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മൾ ചികിത്സ എടുത്തിട്ടും ചിലപ്പോൾ ചില വെള്ളപ്പാടുകൾ മരുന്നിൽ പ്രതികരിക്കാതിരിക്കും. ഞാൻ പറഞ്ഞു, നിറമുണ്ടാക്കുന്ന കോശങ്ങൾ പൂർണ്ണമായിട്ടും നശിച്ചു, തൊട്ടടുത്തുള്ള നിറമുണ്ടാക്കുന്ന കോശങ്ങളിൽ നിന്നും നിറം ഇതിനകത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും പൂർണ്ണമായിട്ടും ഇതിനെ നിറം കൊണ്ടുവരിക്കാനായിട്ട് സർജിക്കൽ ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ വെള്ളപ്പാണ്ടിലുണ്ട്, വിറ്റിലേഗയിലുണ്ട്. അതിന് നമ്മൾ വിറ്റിലേഗോ സർജറി എന്നാണ് പറയുന്നത്. എല്ലാ വർഷവും ജൂൺ 25 ആണ് ഇപ്പോൾ വേൾഡ് വിറ്റിലേഗോ ഡേ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് ദിനം എന്ന് പറഞ്ഞ് നമ്മൾ ആചരിക്കുന്നത്. ഇതിന് തന്നെ ഒരു കാരണമുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കലാകാരനുണ്ട്, മൈക്കിൾ ജാക്സൺ. അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടായിരുന്നു. അത് പലരും അവർ പറഞ്ഞു പുള്ളിക്കാരൻ വെളുക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ ചികിത്സയൊക്കെ ചെടുത്ത് ഇങ്ങനെ വെളുത്തതാണെന്നൊക്കെയുള്ളൊരു പ്രചാരണം അന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ആയിരുന്നില്ല, അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടായിരുന്നു. അപ്പോൾ വെള്ളപ്പാണ്ട് വന്ന് ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടായത് കാരണം അദ്ദേഹത്തിന് വിറ്റിലേഗോ, ജനറലൈസ്ഡ് വിറ്റിലേഗോ എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നത് കാരണമാണ് അദ്ദേഹം അങ്ങനെ ആയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണാന്തരം, അദ്ദേഹം മരിച്ചത് 2005 ജൂൺ 25 അപ്പോൾ അതിന് ശേഷമാണ് വെള്ളപ്പാണ്ട് ദിനമായിട്ട് നമ്മൾ എല്ലാ വർഷവും ജൂൺ 25 ആചരിക്കുന്നത്. അപ്പോൾ ആ ദിനം ആചരിക്കുന്നതിൻ്റെ പ്രസക്തി തന്നെ ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും, ഇതിൻ്റെ പിന്നിലുള്ള ഒരുപാട് മിത്സുകളുണ്ട്, പല കഥകൾ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതെല്ലാം ജനങ്ങളിലോട്ട് അതൊന്നും ശരിയല്ല, ഇതൊരു രോഗാണുവല്ല, ഇത് പകർച്ചവ്യാധിയല്ല, ഇവർക്ക് ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തി അവരെ സമൂഹത്തിൻ്റെ മുൻ ശ്രേണിയിലിട്ട് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്.